എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 വരാനിരിക്കുന്ന എക്സാമിന്റെ കൊമേഴ്സ് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ലെവൽ ഓഫ് മാനേജ്മെന്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആദ്യം ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു കോളേജ് എടുത്തു നോക്കാം. കോളേജിലെ ഏറ്റവും ഹയർ ലെവലിൽ പ്രിൻസിപ്പൾ ഉണ്ടാവും. പ്രിൻസിപ്പൾ താഴെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടാവും. അവരുടെ താഴെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും. കോളേജിന്റെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പ്രിൻസിപ്പൾ ആയിരിക്കും. ഈ എടുത്ത തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ, വലിയ ഓർഗനൈസേഷനിൽ മാനേജ്മെന്റിനെ 3 ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സ്ട്രാറ്റജിക് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്നും അറിയപ്പെടാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നവര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ്സും മാനേജിംഗ് ഡയറക്ടേഴ്സുമാണ്. ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുത്ത ഡിസിഷൻസും സ്ട്രാറ്റജീസും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ടാക്ടിക്സ് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് മാനേജേഴ്സും ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സും ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡ് ഉണ്ടാവും. ഇവരൊക്കെ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്നതാണ്. പിന്നെ ഏറ്റവും ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ് വരുന്നത്. അത് ഓപ്പറേഷണൽ ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് സൂപ്പർവൈസേഴ്സും ഫോർമെൻസും സെക്ഷൻ ഓഫീസേഴ്സും സൂപ്രണ്ടും ആണ്. ഓക്കെ. ഇനി നമ്മൾ ഓരോ ലെവൽ ഓഫ് മാനേജ്മെന്റും അതിന്റെ ഫങ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സ്ട്രാറ്റജിക് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും സിഇഒ, മാനേജിംഗ് ഡയറക്ടേഴ്സ് ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ്സ്. ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ സക്സസിലും അതേപോലെ തന്നെ ഓവറോൾ ഡയറക്ഷനിലും ഒക്കെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നതും ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷന്റെ മിഷൻ, വിഷൻ, ലോങ് ടേം ഗോൾസ് ഇതൊക്കെ സെറ്റ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓർഗനൈസേഷനിലെ സ്ട്രാറ്റജീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ പോളിസി ഫോർമുലേഷൻ ആണ്. ഓർഗനൈസേഷനിലെ പോളിസീസും ഗൈഡ് ലൈൻസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. നാലാമത്തെ ഫംഗ്ഷൻ റിസോഴ്സ് മൊബിലൈസേഷൻ. ഓർഗനൈസേഷന് പല ടൈപ്പ് ഓഫ് റിസോഴ്സുകൾ ആവശ്യമാണ്. ഫിനാൻഷ്യൽ റിസോഴ്സ് ആവശ്യമാണ്, ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്, മെറ്റീരിയൽ റിസോഴ്സ് ആവശ്യമാണ്. ഇതൊക്കെ മൊബിലൈസ് ചെയ്യുകയും പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ദെൻ റെപ്രസെന്റേഷൻ. ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ഈ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആവാം, ഗവൺമെന്റ് ആവാം, പബ്ലിക് ആവാം. ഓക്കെ. ആറാമത്തെ ഫംഗ്ഷൻ ആണ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഓർഗനൈസേഷന്റെ ഓവറോൾ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ദെൻ ഏഴാമത്തത് ഡിസിഷൻ മേക്കിംഗ്. എൻ്റയർ ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നോക്കാം. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ടാക്ടിക്സ് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ബ്രാഞ്ച് മാനേജേഴ്സും ഡിവിഷണൽ മാനേജേഴ്സും ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന പ്ലാൻസും സ്ട്രാറ്റജീസും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തത് കോർഡിനേഷൻ ആണ്. അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാവും. ഇവരൊക്കെ തമ്മിലുള്ള കോർഡിനേഷൻ എൻഷുർ ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ദെൻ മൂന്നാമത്തത് സൂപ്പർവിഷൻ ആണ്. അതായത് ലോവർ ലെവൽ മാനേജേഴ്സ്, എംപ്ലോയീസ് ഇവരൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. നാലാമത്തെ ഫംഗ്ഷൻ മോണിറ്ററിംഗ് പെർഫോമൻസ്. ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ഈ ഇവാലുവേറ്റ് ചെയ്ത പെർഫോമൻസ് ഒരു റിപ്പോർട്ടായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ദെൻ അഞ്ചാമത്തെ ഫംഗ്ഷൻ റിസോഴ്സ് അലോക്കേഷൻ ആണ്. അതായത് ഓർഗനൈസേഷൻ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും പ്രോപ്പർ ആയിട്ട് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുകയും ഇത് മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ദെൻ ആറാമത്തെ ഫംഗ്ഷൻ പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് ഓർഗനൈസേഷനിലെ ഓപ്പറേഷൻ ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് റീസോൾവ് ചെയ്യുക, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതും മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഏഴാമത്തെ ഫംഗ്ഷൻ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റിലൂടെ ആയിരിക്കും. ദെൻ എട്ടാമത്തെ ഫംഗ്ഷൻ അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അസൈൻ ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ഒമ്പതാമത്തെ ഫംഗ്ഷൻ വേസ്റ്റ് ഒരു പരിധി വരെ ഓർഗനൈസേഷനിൽ റിഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഓർഗനൈസേഷനിൽ പ്രോപ്പർ ആയിട്ട് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയും മിഡിൽ ലെവൽ മാനേജ്മെന്റിയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലോവർ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ലോവർ ലെവൽ മാനേജ്മെന്റ് ഓൾസോ നോൺ ആസ് ഓപ്പറേഷണൽ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സ്, ഫോർമെൻസ്, ടീം ലീഡേഴ്സ് ഒക്കെയാണ്. ഒരു ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവുന്നത് ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ഇനി അവരുടെ ഫങ്ഷൻസ്, ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുകയും അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും അവർ കറക്റ്റ് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഡയറക്റ്റ് സൂപ്പർവിഷൻ ആണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തത് ടാസ്ക് അലോക്കേഷൻ. അതായത് എംപ്ലോയീസിന് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഇതൊക്കെ ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷൻ ക്വാളിറ്റി കൺട്രോൾ. ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ദെൻ നാലാമത്തെ ഫംഗ്ഷൻ എംപ്ലോയി മോട്ടിവേഷൻ ആണ്. അതായത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, ഇതൊക്കെ ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ അഞ്ചാമത്തെ ഫംഗ്ഷൻ എംപ്ലോയീസിന് എന്ത് കൊടുക്കുക? പ്രോപ്പർ ആയിട്ട് ജോബ് ട്രെയിനിങ് കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതും ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ആറാമത്തത് റിപ്പോർട്ടിംഗ് ആണ്. അതായത് ഓർഗനൈസേഷനിൽ ലോവർ ലെവലിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മിഡിൽ ലെവൽ മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ലാസ്റ്റ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ എംപ്ലോയീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടത് ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓരോ ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കണം, അവരുടെ ഫങ്ഷൻസ് പഠിക്കണം. ഇനി ഈ ഭാഗത്തു നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് MCQs ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് പ്രൈമറി റോൾ എന്താണെന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷണൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്ഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ ഡയറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി, റെപ്രസെന്റിംഗ് ഓർഗനൈസേഷൻ ടു എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓർഗനൈസേഷനെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ ബി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കീ റോൾ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ കീ റോൾ എന്താണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഓപ്ഷൻ എ, സൂപ്പർവൈസ് എംപ്ലോയീസ് ഡയറക്ട്ലി. തെറ്റാണ് അല്ലെ. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി അല്ല എംപ്ലോയീസിനെ ഡയറക്ട്ലി സൂപ്പർവൈസ് ചെയ്യാനുള്ളത്, അത് ലോവർ ലെവൽ മാനേജ്മെന്റിനെയാണ്. ഓപ്ഷൻ ബി, അലോക്കേറ്റിംഗ് റിസോഴ്സസ് ആൻഡ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, ആരുടെ ഡ്യൂട്ടിയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഹാൻഡിലിംഗ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ഡി, ഇംപ്ലിമെന്റിംഗ് പോളിസീസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. ഓപ്ഷൻ ഡിയും തെറ്റാണ്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ. ഇനി മൂന്നാമത്തെ ചോദ്യം, ദ ഫങ്ഷൻ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ്. ഇത് കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, അസൈനിങ് നെസസറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദയർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇത് അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് അത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഓപ്ഷൻ ബി, റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് റിസോഴ്സ്. അതും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്.
ഓപ്ഷൻ സി എൻഷുറിംഗ് ദാറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ മെയിൻറ്റെയിൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അതും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദി ഇൻഡിവിജ്വൽസ് വിത്ത് ദ പോസ്റ്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ CMO ആൻഡ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഫാൾ ഇൻ ടു വിച്ച് ലെവൽ ഓഫ് മാനേജ്മെന്റ്? സിമ്പിൾ ആണ് അല്ലെ. സിഇഒ, CMO, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇവരൊക്കെ ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റിലാണ് വരുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ്. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, ഫോർമെൻസ് വിൽ ബി കൺസിഡേർഡ് വിച്ച് ലെവൽ ഓഫ് മാനേജ്മെന്റ്? ഫോർമെൻസ് ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റിലാണ് വരുന്നത്? ലോവർ ലെവൽ മാനേജ്മെന്റിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ, ടെക്നിക്കൽ സ്കിൽസ് ആർ ലാർജ്ലി റിക്വയർഡ് അറ്റ്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ടെക്നിക്കൽ സ്കില്ല് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഓപ്ഷൻ എ, ടു ഇന്റർപ്രറ്റ് ദ പോളിസീസ്, അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ടു ഓവർസീസ് ദ എഫേർട്ട് ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ എഫേർട്ട് മനസ്സിലാക്കുക, അതും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി, ടു ഫോർമുലേറ്റ് ഓവറോൾ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദ ഓർഗനൈസേഷൻ, ഇതും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓൾ ഓഫ് ദി എബോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ലെവൽ ഓഫ് മാനേജ്മെന്റ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഫംഗ്ഷൻസും ഓരോന്നായിട്ട് പഠിച്ചിരിക്കണം. അത് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.